സംസ്ഥാനത്തെ മികച്ച മൂന്നാമത്തെ ബ്ലോക്ക് പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്തിന് ലഭിച്ചു. 2024-25 വർഷം ഏറ്റെടുത്ത് നടപ്പാക്കിയ നൂതന വികസന പദ്ധതികളാണ് ബ്ലോക്ക് പഞ്ചായത്തിനെ അവാർഡിന് അർഹമാക്കിയത്. ഇതാദ്യമായാണ് ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്വരാജ് ട്രോഫി പുരസ്കാരം നേടുന്നത്. മാതൃകാപരമായ നിരവധി പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടാണ് ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഇതാദ്യമായി സംസ്ഥാനത്തെ മികച്ച മൂന്നാമത്തെ ബ്ലോക്ക് പഞ്ചായത്താവുന്നത്. 2024-25 വർഷത്തെ തിളക്കമാർന്ന പ്രകടനങ്ങൾ പരിഗണിച്ചാണ് സ്വരാജ് ട്രോഫി ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്തിന് ലഭിക്കുന്നത്. 10 ലക്ഷം രൂപയുടെ പുരസ്കാരം ഫെബ്രുവരി 19 കണ്ണൂരിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി സമ്മാനിക്കും. ഒട്ടേറെ നൂതന പ്രൊജക്ടുകളാണ് ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് 2024-25 വർഷം ഏറ്റെടുത്ത് നടപ്പാക്കിയതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ശ്രീകുമാർ കൈമൾ പറഞ്ഞു. തീർച്ചയായിട്ടും ഈ ബ്ലോക്കിനെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമായൊരു കാര്യം കൂടിയാണ്. മാത്രമല്ല, ഇതിൽ നിന്നും ലഭിക്കുന്ന ഒരു ഊർജ്ജം വരും വർഷങ്ങളിലെ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനും അതോടൊപ്പം തന്നെ പ്രവർത്തനം ചിട്ടപ്പെടുത്തുന്നതിനുമൊക്കെ എല്ലാ തരത്തിലും വളരെ സഹായകരമാകും. 2024-25 വർഷം സാധാരണ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ നൂതനമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിയ ഒരു ബ്ലോക്കാണ് ഉഴവൂർ ബ്ലോക്ക്. പ്രത്യേകിച്ചും എടുത്തു പറയത്തക്ക പ്രവർത്തനം എന്ന് പറയുമ്പം കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള പ്രീമിയം കഫേയും അതോടൊപ്പം തന്നെ ഷീ ലോഡ്ജ്, അത് ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും സംയുക്തമായിട്ട് ഏറെക്കുറെ ഏകദേശം ഒരു 3,25 ലക്ഷം രൂപയോളം വിനിയോഗിച്ച് നടപ്പിലാക്കിയ ഒരു വലിയ പ്രോജക്റ്റാണ്. ഇതുവഴി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഒരു 40ഓളം വനിതകൾക്ക് തൊഴിൽ സാധ്യത തുറന്നു കൊടുക്കുകയും അതോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള ഒരു പ്രീമിയം കഫേയുടെ പ്രവർത്തനവും നമുക്ക് സാധ്യമായിട്ടുണ്ട്. മറ്റൊന്ന്, ഏറ്റവും ശ്രദ്ധേയമായൊരു പദ്ധതി, സംസ്ഥാനത്ത് തന്നെ ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുക്കുന്നത്, സമന്വയ മൾട്ടി സെൻസറി പാർക്ക്. ഓട്ടിസം അതോടൊപ്പം തന്നെ മറ്റ് പഠന വൈകല്യങ്ങളുള്ള കുട്ടികളെ സംബന്ധിച്ച് അവരെ പരിശീലനം ഉറപ്പാക്കുക, അവരുടെ ഇന്ദ്രിയങ്ങളെ അവരുടെ ഒരു ലേണിംഗ് പ്രോസസ്സ്, പ്രത്യേക തരത്തിലുള്ള ലേണിംഗ് പ്രോസസ്സാണ് അവർക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അവരുടെ സെൻസ് ഓർഗൻസിനെ ഉദ്ദീപിപ്പിച്ചുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ശാസ്ത്രീയമായ രീതിയിലുള്ള ഒരു പഠന സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് തെറാപ്പി നിഷും അതോടൊപ്പം തന്നെ സർവശിക്ഷ കേരളയും കൂടെ ചേർന്ന് സംയുക്തമായിട്ടാണ് ഇതിൻ്റെ പ്രവർത്തനം നടത്തുന്നത്. 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് നിഷിൻ്റെ നേതൃത്വത്തിലും 6 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് SSKയുമാണ് പരിശീലനം ഇവിടെ ഏർപ്പാടാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിന് വേണ്ട അനുബന്ധ സൗകര്യങ്ങളും എല്ലാം ബ്ലോക്ക് പഞ്ചായത്ത് ഒരുക്കുകയും അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ നിഷും SSKയുമായിട്ട് സഹകരിച്ച് ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. കോട്ടയം ജില്ലാ പഞ്ചായത്തിൻ്റെ 2,52 ലക്ഷം രൂപയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 70 ലക്ഷം രൂപയും ഉപയോഗിച്ച് ബ്ലോക്ക് ആസ്ഥാനത്ത് MC റോഡരികിൽ നിർമ്മിച്ച KM-മാണി തണൽ വിശ്രമ കേന്ദ്രം ശ്രദ്ധേയമായ പദ്ധതിയായിരുന്നു. കുടുംബശ്രീ ജില്ലാ മിഷനുമായി സഹകരിച്ച് ഇവിടെ ആരംഭിച്ച പ്രീമിയം കഫേ സംസ്ഥാനത്തെ ഏറ്റവും വലിയ കുടുംബശ്രീ സംരംഭമായി മാറിയിരിക്കുകയാണ്. 40ലധികം വനിതകൾക്ക് നേരിട്ടും 100ഓളം പേർക്ക് അല്ലാതെയും സ്ഥിര വരുമാനം ഉറപ്പിക്കാനും സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ടേക്ക് എ ബ്രേക്കായും സയൻസ് സിറ്റിയോട് ചേർന്ന് ഷീ ലോഡ്ജായും ഈ കേന്ദ്രം പ്രവർത്തിക്കുന്നു. എടുത്തു പറയത്തക്ക ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഉപയോഗശൂന്യമായി അല്ലെങ്കിൽ പ്രവർത്തനരഹിതമായി കിടന്ന പല കെട്ടിടങ്ങളും നമ്മളത് ആ രീതിയിൽ മാറ്റി നിഷ്ക്രിയ ആസ്തികളായിട്ട് പരിണമിച്ചേക്കാവുന്ന പല കെട്ടിടങ്ങളും നമ്മൾ പുനരുദ്ധരിച്ച് ഈ രീതിയിലേക്ക് മാറ്റിയെടുക്കുകയാണ് ചെയ്തത്. മറ്റൊരു പ്രവർത്തനം എടുത്തു പറയത്തക്കതെന്ന് പറഞ്ഞാൽ വെമ്പള്ളിയിലുള്ള നമ്മുടെ ആരാമമാണ്. MC റോഡിൻ്റെ വശത്ത് റോഡ് വൈഡനിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്ന കുറച്ച് സ്ഥലം, അത് സ്ഥിരമായിട്ട് തന്നെ മാലിന്യം നിക്ഷേപിക്കുന്ന ഒരിടമായിരുന്നു. അവിടം CSR ഫണ്ട് കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിലുള്ളൊരു ഉദ്യാനമായിട്ട് മാറ്റിയെടുക്കാനായി ഏറെ ജനശ്രദ്ധ ആകർഷിച്ച ഒരു പരിപാടി കൂടിയായിരുന്നത്. ഇതോടൊപ്പം തന്നെ നിരവധി ഓപ്പൺ ജിമ്മുകൾ, അതോടൊപ്പം തന്നെ കാർഷിക മേഖലയിൽ ഏറ്റെടുത്ത പല പ്രോജക്റ്റുകൾ, അതെല്ലാം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് നല്ല രീതിയിൽ പദ്ധതി 2024-25 വാർഷിക പദ്ധതി വിനിയോഗിക്കുന്നതിനും ഏറ്റവും ക്രിയാത്മകമായ പദ്ധതികളിലൂടെ അത് നല്ല രീതിയിൽ നടത്താനും നമുക്കായി. അതോടൊപ്പം തന്നെ ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്തിന് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 4 ആശുപത്രികൾ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നിയന്ത്രണത്തിലായിട്ടുണ്ട്. അവയുടെയും നല്ല രീതിയിൽ പരിപാലനം നടത്തുകയും ഡയാലിസിസ്, ഡെൻ്റൽ ക്ലിനിക്ക് അടക്കമുള്ള പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് ഈ ഹോസ്പിറ്റലുകൾ ക്രമീകരിക്കാനായി നിരവധി ആളുകൾ ഈ ഹോസ്പിറ്റലുകളെ സേവനം തേടി എത്തുകയും ചെയ്യുന്നുണ്ട്. അത്തരണത്തിൽ എല്ലാ മേഖലയിലും കൃഷി, ആരോഗ്യം, മറ്റ് വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, വ്യവസായം, ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് സമഗ്രമായ ഒരു വികസനം, ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിലൂടെയാണ് 2024-25 വർഷത്തെ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയിരുന്നത്. തിരുവനന്തപുരം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്, വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ സർവശിക്ഷ കേരള എന്നിവയുമായി ചേർന്ന് പട്ടിത്താനത്ത് സ്ഥാപിച്ച സമന്വയ മൾട്ടി സെൻസറി പാർക്ക് ഭിന്നശേഷി ഓട്ടിസം ബാധിത കുട്ടികളുടെ പരിചരണത്തിന്
സർക്കാർ തദ്ദേശ സ്ഥാപന തലത്തിൽ സംസ്ഥാനത്ത് ആദ്യമായി നടപ്പാക്കിയ പദ്ധതിയാണ്. വൻതുക നൽകിയ സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിച്ചിരുന്ന ഓട്ടിസം ബാധിത കുട്ടികളുടെ മാതാപിതാക്കൾക്ക് വലിയ ആശ്രയമായി ഈ പദ്ധതി മാറി. ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ അനേക വർഷങ്ങളായി ഉപയോഗിക്കപ്പെടാതെ കിടന്ന കെട്ടിടങ്ങൾ സർക്കാരിൻ്റെ പ്രത്യേക അനുമതി വാങ്ങി നവീകരിച്ച് പ്രവർത്തനം സജ്ജമാക്കാനും കഴിഞ്ഞു. 3 മാസം കൊണ്ടാണ് ഓട്ടിസം പാർക്ക്, മൾട്ടി സെൻസറി റൂം, ഓക്യുപേഷണൽ തെറാപ്പി എന്നിവയുടെ ആധുനിക സൗകര്യങ്ങൾ ഒരുക്കിയത്. മുൻ രാഷ്ട്രപതി ഡോക്ടർ കെ.ആർ. നാരായണൻ്റെ സ്മാരകമായി ഉഴവൂരിൽ പ്രവർത്തിക്കുന്ന കെ.ആർ. നാരായണൻ സ്മാരക സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ വികസന പ്രവർത്തനങ്ങളിലും ബ്ലോക്ക് പഞ്ചായത്ത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിരുന്നു. ഇവിടെ ബ്ലോക്ക് സ്ഥാപിച്ച ഡയാലിസിസ് യൂണിറ്റിൽ 10,000-ൽ പരം ഡയാലിസിസ് നടത്താൻ കഴിഞ്ഞു. കുറവലങ്ങാട് താലൂക്ക് ആശുപത്രിക്ക് 3,15,00,000 രൂപ ചെലവിൽ അത്യാഹിത ബ്ലോക്ക് നിർമ്മാണവും നടന്നു. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായ രാമപുരത്തും കടപ്പളാമറ്റത്തും ആധുനിക സൗകര്യങ്ങൾ നടപ്പാക്കാൻ കഴിഞ്ഞു. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിൻ്റെ ഭാഗമായി പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാനത്തെ മികച്ച ബ്ലോക്കിനുള്ള പുരസ്കാരം ഉഴവൂർ ബ്ലോക്കിന് സ്വന്തമാക്കാൻ കഴിഞ്ഞിരുന്നു. മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങൾ കണ്ടെത്തി നടപ്പാക്കിയ ആരാമം ജൈവ വൈവിധ്യ പദ്ധതി, MC റോഡ് സൗന്ദര്യവൽക്കരണം എന്നിവയും സ്വരാജ് ട്രോഫി നേട്ടത്തിന് പിന്നിലുണ്ട്. ശാസ്ത്രവിസ്മയങ്ങൾ കാഴ്ചവെക്കുന്ന കോഴ സയൻസ് സിറ്റിയിൽ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ നിർമ്മിച്ച ജൈവ വൈവിധ്യ ഉദ്യാനവും ശ്രദ്ധേയമായി. അപൂർവ സസ്യങ്ങളും വൃക്ഷങ്ങളും നക്ഷത്രവനവും കയർ ഭൂവസ്ത്രവുമെല്ലാം ജൈവ വൈവിധ്യ ഉദ്യാനത്തിലുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയിൽ സംസ്ഥാനത്തെ മുൻനിരയിലെത്താനും ഉഴവൂർ ബ്ലോക്കിന് കഴിഞ്ഞു. ഉഴവൂർ ചിറയിൽക്കുളം, കാണക്കാരി ചിറക്കുളം, ഹാപ്പിനെസ് പാർക്കുകളും കണ്ണോത്തുകുളം ചിൽഡ്രൻസ് പാർക്കും വനിതകളുടെ ആരോഗ്യ സംരക്ഷണം മുൻനിർത്തി എല്ലാ ഡിവിഷനുകളിലും സ്ഥാപിച്ച വനിതാ ഫിറ്റ്നസ് സെൻ്ററുകളും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മാതൃകാ പദ്ധതികളായി മാറി. PC കുര്യൻ, രാജു ജോൺ ചിറ്റേത്ത് എന്നിവർ പ്രസിഡന്റുമാരും ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് വൈസ് പ്രസിഡന്റും ജോഷി ജോസഫ്, ശ്രീകുമാർ കൈമൾ എന്നിവർ സെക്രട്ടറിമാരുമായിരുന്ന കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങളാണ് ബ്ലോക്ക് പഞ്ചായത്തിനെ സംസ്ഥാനത്തെ 3ാം സ്ഥാനത്തേക്ക് ഉയർത്തിയത്. മുൻ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പുതിയ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനമാവുകയാണെന്നും ജീവനക്കാരും പൊതുസമൂഹവും ഒരേപോലെ നടത്തിയ കൂട്ടായ പരിശ്രമങ്ങളും വിവിധ ഗ്രാമ ജില്ലാ പഞ്ചായത്തുകളും വകുപ്പുകളും ഘടക സ്ഥാപനങ്ങളുമെല്ലാം കൈകോർത്ത് പ്രവർത്തിച്ചതുമാണ് ബ്ലോക്ക് പഞ്ചായത്തിനെ അഭിമാന നേട്ടങ്ങളിലേക്ക് ഉയർത്തിയതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സുരേന്ദ്രൻ പറഞ്ഞു. നമ്മുടെ ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്തിന് സംസ്ഥാനത്തെ 3ാം സ്ഥാനം കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ ഭരണസമിതിയുടെയും കഴിഞ്ഞ ഭരണസമിതിയുടെയും നിർവഹണ ഉദ്യോഗസ്ഥരുടെയും കൂട്ടായ പ്രവർത്തനങ്ങളുടെ ജനങ്ങളുടെ പിന്തുണയും ഒക്കെ കൊണ്ടാണ് നമുക്ക് ഈ മഹനീയമായ ഈ അവസരം നമുക്ക് ലഭിച്ചത്. അതിന് നമുക്ക് കഴിഞ്ഞ ഭരണസമിതിയോടും നമ്മുടെ ഇപ്പോഴത്തെ നിലവിലുള്ള സ്റ്റാഫും ഓടുമൊക്കെ നമ്മുടെ നന്ദിയും കടപ്പാടും ഒക്കെ അറിയിച്ചു. അതുപോലെ തന്നെ ഇനിയും വരും കാലങ്ങളിൽ നമ്മുടെ ഈ ഭരണസമിതിയും നമുക്ക് ഇപ്പം 3ാം സ്ഥാനമാണ്, നമുക്ക് 1ാം സ്ഥാനം കിട്ടാനുള്ള പ്രവർത്തനങ്ങളിലേക്കും കൂടിയാണ് നമുക്കിനി വരുന്ന കാലങ്ങളിൽ മുമ്പോട്ട് പോകുന്നത്. അത് നമ്മളിപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഭരണസമിതിയും അതുപോലെ ഇപ്പോഴത്തെ സ്റ്റാഫും എല്ലാവരും കൂട്ടായ പ്രവർത്തനത്തിനും നാട്ടുകാരുടെ എല്ലാം പ്രവർത്തന ഫലമായിട്ട് നമുക്ക് ഇനിയും ഉയരങ്ങളിലേക്ക് നമ്മുടെ ഈ ബ്ലോക്കിൻ്റെ പേരുകൾ എത്തട്ടെ. വികസന രംഗത്ത് വേറിട്ട പ്രവർത്തന മാതൃക കാഴ്ചവയ്ക്കാൻ കഴിഞ്ഞതാണ് ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്തിനെ സംസ്ഥാനത്തെ 3ാമത്തെ ബ്ലോക്ക് പഞ്ചായത്തിനുള്ള ഗ്രാമസ്വരാജ്യ പുരസ്കാരത്തിന് അർഹമാക്കിയത്. സ്റ്റാർ വിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.